കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ. മാർപ്പാപ്പയുടെ വത്തിക്കാൻ പ്രഖ്യാപനത്തിലാണ് അതിരൂപതയായി ഉയർത്തിയത്. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായും പ്രഖ്യാപിച്ചു. രൂപതാ സ്ഥാപനം നടന്ന് 102 വർഷം പിന്നിടുമ്പോഴാണ് പ്രഖ്യാപനം. കേരള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ. ഇനി മുതൽ കണ്ണൂർ, സുൽത്താൻപേട്ട് രൂപതകൾ ഉൾപ്പെടും. വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിരൂപത പ്രഖ്യാപനം നടത്തി. കേരളത്തിലെ മൂന്നാമത് ലത്തീൻ അതിരൂപതയാണ് കോഴിക്കോട്. ബിഷപ്പ് ഹൌസിൽ തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചു. ഞാൻ വിചാരിക്കുന്നു നമുക്ക് മലബാറിന് ലഭിച്ച പരിശുദ്ധ പിതാവിന്റെ ഏറ്റവും വലിയ ഓശാന സമ്മാനമാണ് ഈ അതിരൂപത പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ, കന്യാസ്ത്രീകൾ, വിശ്വാസികൾ എന്നിവരും പ്രഖ്യാപന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. രൂപതയെ അതിരൂപതയായി ഉയർത്തിയതോടെ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. തൃശൂർ മാള സ്വദേശിയായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് രൂപതയുടെ 6ാമത്തെ മെത്രാനാണ്. അനേകരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ രൂപതാ മക്കളുടെ പ്രാർത്ഥന, വൈദികരുടെ, സന്യസ്തരുടെ, അൽമായരുടെ പ്രാർത്ഥനയൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. ഇവര് പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, എപ്പോഴാണ് കോഴിക്കോട് രൂപത അതിരൂപതയാകുന്നതെന്ന്. അപ്പോഴൊക്കെ ഞാൻ പറയും, നമുക്ക് കാത്തിരിക്കാം, എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പൊ അത്രയ്ക്കും താല്പര്യത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച എന്റെ അൽമായർക്ക്, വൈദികർക്ക്, സിസ്റ്റേഴ്സിന്, എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് രൂപത രൂപീകൃതമായി 102 വർഷം പിന്നിടുമ്പോഴാണ് പ്രഖ്യാപനം. ബിഷപ്പ് സ്ഥാനത്ത് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ 25 വർഷം പിന്നിടുമ്പോഴാണ് ചരിത്ര നിയോഗം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ 25ാമത്തെ അതിരൂപതയും മലബാറിലെ ആദ്യ ലത്തീൻ അതിരൂപതയുമാണ് കോഴിക്കോട്. ന്യൂസ് 18 കോഴിക്കോട്.